പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആർക്ക് ഇൻട്രസ്റ്റിംഗ്? വീണ്ടും പ്രഗ്നൻറ്റ്, ചേച്ചി വീണ്ടും പ്രഗ്നൻ്റ് ആയോ വിചാരിക്കും. എൻ്റെ പ്രഗ്നൻ്റ് ആയതെന്ന് അല്ലേ, എന്താ പറയേണ്ടത്, ചെറുതായിട്ടൊന്ന് പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞ പോലെ. പ്രഗ്നൻസി ടെസ്റ്റ് കാർഡിൽ പോസിറ്റീവ് ആണ് കേട്ടോ. മെയിൽ ചൈൽഡ് വേണോ ഫീമെയിൽ ചൈൽഡ് വേണോ, അപ്പോഴാണ് വേറൊരു വമ്പൻ ടെസ്റ്റ്. കൊറോണ ആയതുകൊണ്ട് നമുക്ക് അറിയാലോ, എല്ലോണം ബാറ്റ് ചെയ്തുകൊണ്ട് ഈ റണ്ണൗട്ടാവിന്റെ അവസ്ഥ. റിയാലിറ്റി ഷോ പോലെയൊക്കെയാണ്, ഒരു റൂമിൽ അടച്ചു പൂട്ടിയിട്ടിരിക്കുക, അത് ഇവളുടെ കൂടെ. വിക്കറ്റിനെ പോലും കാണണമെന്ന് എനിക്കിപ്പോൾ തോന്നിയില്ല. താഴെ കമന്റ് ചെയ്യൂ എത്ര മണിക്കൂർ നിങ്ങൾ പ്രസവിച്ചു എന്ന്. ഹസ്ബൻഡ് ഉറപ്പായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഹൗ ഡു യു ഫീൽ എന്നെങ്കിലും ചോദിക്കണം. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ പാലക്കാട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആർക്ക് ഇൻട്രസ്റ്റിംഗ്? നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ഞങ്ങളുടെ ഒരു പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ അമ്മമാർ മാത്രം ഒരു വ്ളോഗ് പറയും, പക്ഷേ ഇന്ന് വിക്കേണ്ടിനും കൂടി ഉണ്ട്. ആസ് എ ഡാഡ്, പുള്ളിക്കാരൻ്റെ ആ എക്സ്പീരിയൻസ്, ആ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി സ്റ്റോറി പറയുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ചല്ലേ ഇതൊരു നല്ലൊരു ബെറ്റർ. വീണ്ടും പ്രഗ്നൻറ്റ്, ചേച്ചി വീണ്ടും പ്രഗ്നൻ്റ് ആയോ വിചാരിക്കും. ഇതല്ല, ഇത് 3 വർഷം മുമ്പ് നടന്നൊരു കഥയാണ്. അത് ഇപ്പോഴാ സമയം കിട്ടിയുള്ളൂ മാത്രം. അതെ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ പ്രഗ്നൻസി സ്റ്റോറി ഞങ്ങൾക്ക് പറയാം. കല്യാണം എൻ്റെ പ്രഗ്നൻ്റ് ആയതെന്ന് അല്ലേ, എന്താ പറയേണ്ടത്. ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മൾക്കിപ്പോൾ പ്ലാൻഡ് പ്രഗ്നൻസി ആണോ അല്ല അൺപ്ലാൻഡ് പ്രഗ്നൻസി ആണോ, അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഞങ്ങളുടെ പ്ലാൻഡ് പ്രഗ്നൻസി തന്നെയാണ്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 ഇയേഴ്സ് അല്ലേ ഹസ്ബൻഡ് വൈഫ് ആ റിലേഷൻഷിപ്പ് ഒന്ന് കുറച്ചുകൂടെ അല്ലേ, അല്ല ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നമ്മൾ കുറച്ച് എൻജോയ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ മാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 വർഷമൊക്കെ ആകുമ്പോൾ കുട്ടി മതിയെന്നായിരുന്നു. പിന്നെ അതുകൂടെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ സ്റ്റഡീസ് ഉണ്ടായിരുന്നു അല്ലേ. ഡിസംബർ 2019 എൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് പാസ്സായ ശേഷം ഇവിടെ ലൈസൻസ് ഒക്കെ കിട്ടി എനിക്ക്. അപ്പോൾ അതൊരു ബെസ്റ്റ് ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ. പിന്നെ കോവിഡ് വന്നൊരു ടൈമായിരുന്നു. ആ കോവിഡ് അല്ല ഞങ്ങൾക്കല്ല, കോവിഡ് പീരീഡ് ആയിരുന്നല്ലോ 2019 ഡിസംബർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പരിപാടിക്ക് പറഞ്ഞ പോലെ അതെ അതാണ്, കോവിഡ് ആണ്, എല്ലാവരും വീട്ടിലിരിക്കണം, ചെറുതായിട്ടൊന്ന് പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞ പോലെ ആ സമയത്തായിരുന്നു. കോവിഡും ഇതെല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. കാരണം ആ സമയത്ത് പുറത്തിറങ്ങലും, ആക്ച്വലി ആ സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവുമായിരുന്നു. പ്രഗ്നൻ്റ് ആയിട്ട് എത്ര മാസത്തിലാണ്? 3 മാസം. പ്രഗ്നൻ്റ് ആയിട്ട് 5 മാസമായപ്പോൾ ഞങ്ങൾ ട്രാൻസ്ഫർ ആയി. ഫസ്റ്റ് തൊട്ട് ഞാൻ പറയാം, ഞങ്ങളുടെ പ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ 2 ഇയേഴ്സ് ഒക്കെ ആവാൻ സമയത്ത് ഞങ്ങൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ വിക്കറ്റ് ഓഫീസിൽ പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പീരീഡ്സ് ഒന്ന് ഡേറ്റ് മാറിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ പ്രഗ്നൻസി കാർഡ് ഞാൻ ഓൾറെഡി സ്റ്റോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയി, പ്രഗ്നൻ്റ് ആണോ അല്ലയോ. അപ്പോൾ എനിക്കറിയാമല്ലോ നമുക്കൊരു പീരീഡ്സൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഓഫീസിലായിരുന്നു. അപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയിട്ട് പോസിറ്റീവ് കാണുന്ന അതൊക്കെ റിവീൽ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അതൊന്നും നടന്നില്ല. ഞാൻ പോയി പ്രഗ്നൻസി ടെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും പോസിറ്റീവ്. പക്ഷേ ഫെയിൻറ്റ് ലൈനാണ് കേട്ടോ കാണിച്ചത്, ഒരു ചെറിയൊരു ലൈറ്റ് പിങ്ക് ലൈനാണ് കാണിച്ചത്, ഫെയിൻറ്റ് ലൈൻ എന്ന് പറയും. അപ്പോൾ അത് ഫാൾസ് പോസിറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അപ്പോൾ കാരണം ഇനിഷ്യൽ സ്റ്റേജ് അല്ലേ, നമ്മൾ പീരീഡ്സ് എത്തിയിട്ടുള്ള ആ ഇനിഷ്യൽ സ്റ്റേജ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പുള്ളിക്കാരനെ വിളിച്ചിട്ട് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ആയല്ലോ ഇത് കണ്ടിട്ട്. കാരണം ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആവുന്ന ടെസ്റ്റ് എടുത്തത് ഫസ്റ്റ് മോർണിംഗ് യൂറിനൊന്നുമല്ല, അതിന് ശേഷമുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡിൽ പോസിറ്റീവ് ആണ് കേട്ടോ, പക്ഷേ ഫെയിൻറ്റ് ലൈനാണ് വന്നതെന്ന്. അപ്പോൾ എന്തായിരുന്നു വിക്കേണ്ട റെസ്പോൺസ്? വിക്കേട്ടൻ പറയും ഒന്നുകൂടി നോക്കാം, ചെക്ക് ചെയ്യുന്ന അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ. ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് ലാസ്റ്റ് പോസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഫെയിൻ ലൈനാണ് കാണിച്ചിരിക്കട്ടെ, പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നമുക്കൊന്നുകൂടെ ഒന്ന് കാർഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാർഡിൽ ആകപ്പാടെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാനത് ടെസ്റ്റ് ചെയ്ത് ഫെയിൻ ലൈനാണ് കാണിച്ചതെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഓഫീസ് കഴിഞ്ഞ് ഒരു 5:30-6:30 മണിയായപ്പോൾ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എങ്കിൽ നമ്മൾക്ക് ഒരു കാർഡ് ടെസ്റ്റ് കൂടെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിച്ചിട്ട് വന്നു പുള്ളിക്കാരൻ. അപ്പോൾ എടുത്തപ്പോഴും ഇതുപോലെ ഫെയിൻ ലൈനായിരുന്നു. അപ്പോൾ ഒരു പ്രഗ്നൻസി ആ ഒരു പീരീഡ്സൊക്കെ മാറി ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഡോക്ടറാണ് പുള്ളിക്കാരി. അപ്പോൾ ഞാൻ എൻ്റെ ട്രിവാൻഡ്രത്ത് നിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോൾ കൂട്ടുണ്ടായിരുന്ന ഡോക്ടറായിരുന്നു. അപ്പോൾ ആ ചേച്ചിയെ വിളിച്ചപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ഫെയിൻ ലൈനല്ലേ പോസിറ്റീവ് തന്നെ ആയിരിക്കും, കാരണം കാർഡ് ടെസ്റ്റ് ഏകദേശം 95% പോസിറ്റീവ് റിസൾട്ട് ട്രൂ ആയിരിക്കും എന്ന് പറഞ്ഞു.
അപ്പോൾ എന്നോട് പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു 1 വീക്ക് കൂടെ കഴിഞ്ഞിട്ട് അശ്വതി ഒന്നുകൂടെ ഒന്ന് കാർഡ് ടെസ്റ്റ് മോർണിംഗ് യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും അതുപോലെ ഒരു കാർഡ് ടെസ്റ്റ് എടുത്ത് മോർണിംഗ് യൂറിൻ എടുത്തപ്പോൾ കറക്റ്റ് പോസിറ്റീവ് കാണിച്ചു. കൺഗ്രാജുലേഷൻസ്, വി ആർ പ്രഗ്നൻറ്റ്. സോ വി ആർ പ്രഗ്നൻറ്റ്. യെസ്, വി ആർ പ്രഗ്നൻറ്റ് തന്നെ പറയണത്. പിന്നെ ഇപ്പോഴും അമ്മ മാത്രം പ്രഗ്നൻ്റ് ആവും അല്ലേ? വി ആർ പ്രഗ്നൻറ്റ്. പിന്നെ വിക്കേട്ടൻ ആ സമയത്ത് വർക്ക് ചെയ്തത് AJ ഹോസ്പിറ്റൽ, അവിടുത്തെ ഫേമസ് ഹോസ്പിറ്റലാണ്. AJ ഹോസ്പിറ്റൽ ബ്രാഞ്ചിലായിരുന്നു പുള്ളിക്കാരൻ വർക്ക് ചെയ്തിരുന്നത്. മാംഗ്ലൂർ. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ കസ്റ്റമറും പിന്നെ അവിടുത്തെ അത്യാവശ്യം നല്ലൊരു മാഡമായിരുന്നു. അപ്പോൾ ആ മാഡത്തിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയി അവിടെ എടുത്തു. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു? അപ്പോൾ പോയി ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്, അതിന് മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഫോളിക് ആസിഡ് 1 മന്ത് എടുത്തിട്ടുണ്ടായിരുന്നു, സപ്ലിമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഫോളിക് ആസിഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയപ്പോഴും മാമിനോട് ഞാൻ പറഞ്ഞു 1 മന്ത് സപ്ലിമെൻറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അവിടെ പോയപ്പോഴത്തേക്കും മാമും എനിക്ക് ഫോളിക് ആസിഡ് തന്നെ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു 2 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് 6, അതായത് മാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 6 വീക്സ് ആകുമ്പോൾ, അതായത് മാമിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള നമ്മുടെ 6 വീക്സ് ആകുമ്പോഴത്തേക്കും കാർഡിയാക് ആക്ടിവിറ്റി തുടങ്ങും, അതായത് കുഞ്ഞിന് ഹൃദയമെടുപ്പ് തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അൾട്രാസൗണ്ട് എടുക്കാൻ വരാൻ പറഞ്ഞു അല്ലേ. പിന്നീടാണ് ട്വിസ്റ്റ്. 6th വീക്ക് ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ ഹാർട്ട് ബീറ്റ് ഇല്ല. അപ്പോൾ ഒരു എന്താ പറയാ, ഒരു മരിച്ച വീട്ടിലെ അവസ്ഥ അതൊക്കെ പറഞ്ഞ പോലെ ആ സമയത്ത് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അത്ര അവര് മാഡം ഭയങ്കര ഓപ്പൺ, മീൻസ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. പുള്ളിക്കാരി പറഞ്ഞ ഒരു ഹെൽത്തി ബേബി ആണെങ്കിൽ മാത്രം നമുക്ക് നോക്കിയാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് ആയിട്ട് തന്നെ പറഞ്ഞു. അല്ലാതെ അങ്ങനെയല്ല മാം പറഞ്ഞത്. മാം പറഞ്ഞു ഇതുവരെ കാർഡിയാക് ആക്ടിവിറ്റി മീൻസ് കണ്ടിട്ടില്ല, അപ്പോൾ നമ്മൾക്ക് ഒരു 2 വീക്സ് കൂടെ വെയിറ്റ് ചെയ്യാൻ അശ്വതി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു സങ്കടമല്ലേ. അപ്പോൾ നമ്മൾ ആശിച്ച് നമ്മൾക്ക് ആ ഒരു ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു അല്ലേ ആ ഒരു ഫീൽഡായിരുന്നു. മാം എന്നോട് പറഞ്ഞു പക്ഷേ നമ്മൾക്ക് വേണ്ടത് ഒരു ഹെൽത്തി ബേബിയാണ്. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. അപ്പോൾ മാം പറഞ്ഞു എന്നോട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഹെൽത്തി ബേബി അല്ലേ, അപ്പോൾ 2 വീക്സ് നമുക്ക് നോക്കാം. അപ്പോൾ കാർഡിയാക് ആക്ടിവിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിരിക്കും. ഹെൽത്തി ഫുൾ അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ ഹെൽത്തി ആ ഒരു ഓക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താം. പക്ഷേ 2 വീക്സ് കഴിഞ്ഞ് അത് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് അത്ര അൺഹെൽത്തി ആയിരിക്കും, നമ്മൾക്കത് വേണ്ട എന്നുള്ള രീതിക്ക് നമ്മൾ ആ ഒരു മൈൻഡോടുകൂടി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ നമ്മൾ എനിക്ക് പക്ഷെ ഭയങ്കര സങ്കടമായിരുന്നു. ഇവിടെ ഓരോ 10 മിനിറ്റിലും ഭയങ്കര ഇതായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് ഞാൻ ദ വേഴ്സ്റ്റ് ആയിട്ട് തന്നെ ചിന്തിക്കുക ഇല്ല കൊണ്ടാണ് ഞാൻ ചിന്തിക്കാറ്. കാരണം എന്തായാലും പിന്നെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് കൂടുതൽ സങ്കടപ്പെടണ്ടല്ലോ. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. നമുക്ക് സമയമുണ്ടല്ലോ. വിക്കിയുടെ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നാലും എനിക്ക് ഓരോ ദിവസം 2 വീക്സ് ഞാൻ കഴിയാൻ പെട്ട പാട്. അപ്പോൾ അങ്ങനെ 2 വീക്സ് ആയി. 2 വീക്സ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ പോയി മാം പറഞ്ഞ അൾട്രാസൗണ്ട് ഒന്നുകൂടെ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ട് ബീറ്റ് വന്നു. ശരിക്കും അപ്പോഴാണ് ആ ഒരു ഹാപ്പിനെസ് വന്നത് എനിക്കൊക്കെ വന്നത്. കാരണം അതുവരെ ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലേ ഇതായിരുന്നു. ആ സമയത്താണ് ആ ഒരു ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോഴും എല്ലാവരും പോസിറ്റീവായിട്ട് പറഞ്ഞു അത് പേടിക്കേണ്ട നമുക്ക് നോക്കാം. 2 വീക്സ് പറഞ്ഞല്ലേ, അപ്പോൾ അത്രയും ഒരു എന്താ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് അത് പറഞ്ഞിട്ടുണ്ടാവണമെങ്കിൽ നമ്മൾ ആ ഇതനുസരിച്ച് പോകുന്ന തന്നെ പോസിറ്റീവ് ഇതൊക്കെ ആക്കി എൻ്റെ അമ്മയും അച്ഛനൊക്കെ നല്ല എൻകറേജ്മെൻറ്റ് തന്നു അല്ലേ, കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആക്കി. അപ്പോൾ 2nd വീക്ക് ആയപ്പോൾ ഹാർട്ട് ബീറ്റ് കണ്ടപ്പോൾ അതിലുണ്ടായിരുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അടുത്ത നമ്മൾക്ക് നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രഗ്നൻസി കൺഫേം ആയപ്പോൾ മെയിൽ ചൈൽഡ് വേണോ ഫീമെയിൽ ചൈൽഡ് വേണോ എന്നായിരിക്കും. അപ്പോൾ ഞാൻ വിക്കിയോട് ചോദിച്ചു വിക്കിയുടെ നമ്മുടെ കുഞ്ഞ് എങ്ങനെയായിരിക്കും, ഇതൊക്കെ ആ ഒരു കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ കുഞ്ഞ് എങ്ങനെയായിരിക്കും കാണാൻ, ആ ഒരു ത്രില്ലൊക്കെ ആയി. എന്നിട്ട് വിക്കിയോട് ഞാൻ ചോദിച്ചു വിക്കിയുടെ എന്താ പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ വേണമെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ വിക്കിയുടെ ആദ്യം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ പറയുന്നത് എനിക്കൊരു ആൺകുഞ്ഞ് മതി, ആദ്യം ആൺകുഞ്ഞ് മതി. പിന്നെ ആയപ്പോഴത്തേക്ക് അതൊക്കെ മാറി ഒരു പെൺകുഞ്ഞായി. അതെന്തുകൊണ്ടാണ് പറ, പെൺകുഞ്ഞിനോട് ഇഷ്ടം. പക്ഷേ വിക്കിയുടെ എവിടെ ആര് ചോദിച്ചാലും പറയുമായിരുന്നു ഒരു ഹെൽത്തി ബേബി മതി. പക്ഷെ മനസ്സിൽ ഇതല്ലായിരുന്നു, ഉള്ളിലൊരു പെൺകുഞ്ഞായിരുന്നു. പുള്ളിക്കാരൻ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഒരു പെൺകുഞ്ഞ് തന്നെയായിരുന്നു. കാരണം ഞാൻ കോൺസെപ്റ്റിലൂടെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ 2 ആൺകുട്ടികൾ, ഏട്ടനൊരു ആൺകുട്ടി. അപ്പോൾ ഒബ്വിയസ്ലി പിന്നെ പെൺകുട്ടികളുടെ നോർമലി നമ്മളിങ്ങനെ വീഡിയോസ് ഇതെല്ലാം ഞാൻ അവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങളൊരു ഫാമിലി ഗ്യാങ് ആയിരുന്നു. അപ്പോൾ അവിടെയും കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ എല്ലാവരും അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ചെക്കന്മാർക്ക് പറഞ്ഞാൽ ട്രൗസറും പാൻറ്റും എടുത്തിട്ട് കളിക്കാൻ പോടാൻ വേണ്ടി കളിക്കാൻ വിടാം. പക്ഷെ പെൺകുട്ടികൾക്ക് നോർമലി മേ ബി ആ ഒരു
അറ്റാച്ച്മെൻ്റ് ഒന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പെൺകുട്ടി വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് പിന്നെയുള്ള അനോമലി സ്കാനൊക്കെ ആണല്ലോ. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ മുഖത്ത് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന്. കാരണം നമ്മൾ 5th മന്ത് അനോമലി സ്കാനും 20 വീക്സിലുള്ള ആ ഒരു സ്കാനോ കഴിഞ്ഞിട്ട് നമുക്ക് റിവീൽ ചെയ്താൽ മതി എന്നായിരുന്നു. അത് 5th മന്തായി അനോമലി സ്കാനൊക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. അപ്പോഴാണ് വേറൊരു വമ്പൻ ടെസ്റ്റ്. അതായത് ആ സമയത്ത് ഞാൻ മാംഗ്ലൂരായിരുന്നു. ഇപ്പോൾ കൊറോണയൊക്കെ അടിച്ച് കയറി കൊറോണ അങ്ങനെ മൂത്ത് നിൽക്കുന്ന സമയം ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടും പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് വഴി എനിക്ക് ട്രാൻസ്ഫറായി, കേരളത്തിലേക്ക് എനിക്ക് ട്രാൻസ്ഫറായി. ഞങ്ങൾ 4.5 വർഷം മംഗളൂരു ലൈഫ് വിട്ടിട്ട് വരുന്ന സമയത്ത് ഇവള് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വയർ റോഡ് അല്ല ഓപ്ഷൻ ഉള്ളൂ. കാരണം ട്രെയിൻ ആ സമയത്ത് ഇല്ല തോന്നുന്നു, ട്രെയിൻ ഉണ്ടായിരുന്നില്ല അല്ലേ, ട്രെയിനില്ല. പിന്നെ വരുന്നതല്ല റിസ്ക് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൊറോണ പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ അല്ലോ, നല്ല പേടിച്ച് മീൻസ് എർലി സ്റ്റേജിലല്ലേ. അപ്പോൾ എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ ഈ സമയം ഇവള് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഒരു ഐഡിയ ചെയ്തു, നമ്മളുടെ ഫ്ലൈറ്റിൽ ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈറ്റിൽ പറഞ്ഞേക്കാം മാംഗ്ലൂരിൽ നിന്ന്. ഞാൻ പിന്നെ ബാക്കിൽ വരാം, മീൻസ് ഞാൻ കാറുണ്ട്. അപ്പോൾ ഞാൻ റോഡ് വഴി വരാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ പോകണം. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് മാത്രമല്ല കൊറോണ മുമ്പ് ഓക്കെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ സെപ്റ്റംബർ 10th ആയിരുന്നു തോന്നുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. 10th or 6th ആ ഒരു ടൈം പീരീഡ് ആയിരുന്നു. അപ്പോൾ September 4th എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. September 4th എൻ്റെ ബർത്ത്ഡേ, ശ്രദ്ധിക്കണം, September 4th എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കേക്ക് മുറിച്ച് ഭയങ്കരമായിട്ട് സന്തോഷം. എനിക്ക് ആ സമയത്ത് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ ജലദോഷം ഉണ്ടായിരുന്നു. ബട്ട് ഞാനത് കാര്യമാക്കില്ല, എൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ ഭാഗത്ത് തെറ്റിട്ട്. അപ്പോൾ ഇവള് പറഞ്ഞു അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ്, ഞാൻ പറഞ്ഞു സെലിബ്രേറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരന് ജലദോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണോ, കോൾഡ് ആണെങ്കിൽ പോലും നമ്മൾക്ക് എല്ലാവരും വിളിച്ചാൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വലിയൊരു ഗ്യാങ് ആയിരുന്നു. അത് സ്പ്ലിറ്റ് ഞങ്ങൾ ട്രാൻസ്ഫർ ആയിട്ട് ഓരോരുത്തർ തിരിച്ചു പോകുമ്പോൾ ഒന്നാമത് മാംഗ്ലൂർ ലൈഫ് എൻഡ് ചെയ്തിട്ട് വരിക. അപ്പോൾ ഫാമിലി പോലെ ഇരുന്നുകൊണ്ട് നമുക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പാർട്ടി കൊടുത്തിട്ട് പോവാന്നായിരുന്നു. അപ്പോൾ പോണതിന് 3 ദിവസം മുമ്പ് ഒരു പാർട്ടി ചെറുതായിട്ട് നല്ല അടിപൊളിയായിട്ട് നടത്തി. അതിൽ വിക്കിയുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെയും വിളിച്ചു. ആർക്കും കൊടുത്തു ഞാൻ കൊറോണ ഒന്നും വിട്ടില്ല. അതിൽ ഏറ്റവും സ്ഥിരീകരിച്ചില്ല. അത് സംഭവം എന്താ വെച്ചാൽ ഞാൻ അന്ന് പരിപാടിയൊക്കെ ഗംഭീരമാക്കി നടത്തി എല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരന് ഫുഡ് കഴിച്ചിട്ട് ടേസ്റ്റ് എന്ന് വെച്ചാൽ ആരുടെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല. എനിക്ക് ടേസ്റ്റ് അതായത് ഇപ്പം എല്ലാവരും മറന്നു കാണും. ഇപ്പോൾ കൊറോണ, പണ്ടത്തെ കൊറോണ നിങ്ങൾക്ക് ഓർമ്മ ഫസ്റ്റ് ടേസ്റ്റ് പോവും, ഇടുപ്പ് വേദന, അതെല്ലാം വന്നിട്ട് അവസാനം ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം പറയാൻ മറന്നു. പ്രഗ്നൻസി അങ്ങോട്ട് ഗ്രാജുവലി ഡേയ്സ് പോകുന്നതോറും നമ്മൾ വോമിറ്റിംഗ് ടെൻഡൻസി വരും, ക്ഷീണം വരും, തലയിറക്കം, അങ്ങനെ പല പല കാര്യങ്ങൾ, പല എക്സ്പീരിയൻസ് ആണ് കുറേ മനുഷ്യൻ. എനിക്കിതൊന്നും ഇല്ലായിരുന്നു, ഭാഗ്യവതിയായിരുന്നു ഞാൻ. എന്നിട്ട് ഇങ്ങനെ പറയട്ടെ, എന്നെ വാമ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല, എനിക്ക് എല്ലാം കഴിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ ക്രേവിങ്സും അങ്ങനെ ഇല്ലായിരുന്നു. ചോക്ലേറ്റിനോട് ക്രേവിങ്സ് വരുമായിരുന്നു, എന്നാലും ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളായിരുന്നുള്ളൂ. പിന്നെ പച്ചമാങ്ങ കഴിക്കുക, ഇങ്ങനെ കൊതി ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് ഇല്ലായിരുന്നു. വാമി നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വോമിറ്റിംഗ് എന്നുകൊണ്ട് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഈ പുള്ളിക്കാരൻ കൊണ്ട് എനിക്ക്, അതാണ് വേറൊരു കാര്യം, അങ്ങനെ വോമിറ്റിംഗ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈ 5ാം മാസം നാട്ടിൽ പോകാനിരുന്ന എനിക്ക് വേറെ ഫ്രണ്ട്സിനും ഈ കോവിഡ് വാരി കൊണ്ടുവന്നു. ഞാൻ പിന്നെ വിചാരിച്ചു പുള്ളിക്കാരൻ ഞാൻ ട്രീറ്റ് ചെയ്തു, അടുത്ത് തന്നെ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു, മരുന്ന് കൊടുത്തു, ഞാൻ കൂടെ. ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ടേസ്റ്റ് സ്മെല്ലിൻ്റെ ഒക്കെ ഒരു ഇത് വന്നപ്പോൾ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചു. എണ്ണ ടേസ്റ്റും സ്മെല്ലും ഒക്കെ പോയപ്പോൾ പുള്ളിക്കാരന് ഫസ്റ്റ് ഗ്രാജുവൽ ഇനിഷ്യൽ സ്റ്റേജിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് ടെസ്റ്റ് ചെയ്തില്ല, പോസിറ്റീവ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ചു. കാരണം ടേസ്റ്റ് ഇല്ല, സ്മെല്ലില്ല, ജലദോഷമുണ്ട്, പനിയുണ്ട്, എല്ലാം ഉണ്ട്. ഈ പുള്ളിക്കാരന് മാറാറായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സിന് വന്നു, എനിക്ക് വന്നപ്പോൾ എനിക്കങ്ങ് നല്ല ദേഷ്യമുണ്ട് പുള്ളിക്കാരനോട്. കാരണം പ്രഗ്നൻറ്റും അല്ലേ, എനിക്കങ്ങ് നല്ല ദേഷ്യം വന്നു. കാരണം ഈ പനി, എനിക്ക് ആ ഒരു സിംറ്റംസ് ഒന്നും ഇല്ല, വോമിറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ നമുക്ക് പ്രഗ്നൻസി സമയത്ത് ഒരു ലേസിനെസ്സും ക്ഷീണമൊക്കെ ഉണ്ടാവും, അതൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പോസിറ്റീവ്, വിക്കിയുടെ ഫ്രണ്ട്സ് പോസിറ്റീവ്, വിക്കിയുടെ പോസിറ്റീവ് അല്ല, ഞാൻ നെഗറ്റീവ്. എല്ലാവരും ഇങ്ങനെ നോക്കുക, അത് നമ്മൾ കൊടുത്തിട്ട് കൂടെ കൂട്ടുകാർക്ക് നമ്മൾ കൊടുക്കണ വേറെ വല്ല തിന്നാൻ കൊടുക്കണ പോലെ ഇല്ലല്ലോ. നല്ല
പരിപാടിയും എല്ലാം കൊടുത്തിട്ട് കൂടെ ഒരു കൊറോണയും കൊടുത്ത പോലെ ആയില്ലേ. അപ്പോൾ എനിക്കൊരു ചെറിയൊരു മീൻസ് ഒന്ന് ഇവിടെ പ്രഗ്നൻ്റ് ആകുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം ആ സമയത്ത് ഏർലി സ്റ്റേജ് ഓഫ് കൊറോണ ആയതുകൊണ്ട് നമുക്ക് അറിയാലോ, ഭയങ്കര പേടിച്ച് എല്ലാം എങ്ങനെയാണ് ഇതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും അറിയില്ല. അങ്ങനെ പുള്ളിക്കാരൻ കൊറോണ കൊണ്ട് തന്നു. എനിക്ക് രണ്ട് മൂന്ന് വട്ടം ഞാൻ ഛർദ്ദിച്ചു. ആ ഛർദ്ദിൽ എനിക്ക് പുള്ളിക്കാരനോട് വന്ന ദേഷ്യം ഞാൻ എങ്ങനെ തീർത്തെന്നറിയോ, ഭക്ഷണം കഴിച്ച പാത്രം മുഴുവൻ കൊണ്ട് സിങ്കിലിട്ടു. എൻ്റെ പുള്ളിക്കാരനെ കൂടെ കഴിച്ചു. എന്നിട്ട് ഇതിന്ന് അടിയിൽ നിന്ന് രക്ഷപ്പെടുത്തൊരു സർവൈവർ ഉണ്ടായിരുന്നു. അവൻ എന്താ പറയുക, അവൻ ഞങ്ങളൊരു 1 2 3 പേർക്ക് അനൂപേട്ടൻ, ശ്രീബിനേട്ടൻ, ഞാൻ, വിക്കിയേട്ടൻ, മയൂരി എന്ന് പറയുന്ന ഒരു രീതി, പിന്നെ ഒരു ശരത് എന്ന് പറയുന്ന ഒരുത്തൻ മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അത് എങ്ങനെ രക്ഷപ്പെട്ടു മാത്രം കോവിഡ് വന്നിട്ടില്ല. പക്ഷെ അവൻ പിന്നീട് ദുഃഖിച്ചു. കാരണം അവന് വന്നാൽ മതിയെന്ന്. കാരണം ഈ 5 പേരുടെ 5 റൂമിലേക്കും അവനാണ് തിങ്സ് സപ്ലൈ ചെയ്യുക. വന്ന് പുറത്ത് വെച്ചിട്ട് പോകണം, എല്ലാ റൂമിലും വെച്ചിട്ട് പോകണം, പണിയെടുക്കേണ്ടി വന്നു. അതിലും ഭേദം കൊറോണ ഏറ്റവും ഉള്ളിൽ റെസ്റ്റ് എടുക്കുന്ന പോലെയായിരുന്നു. പിന്നെ ഏറ്റവും മീൻസ് ആ ഒരു സമയത്തുള്ള കൊറോണ നിങ്ങൾ എല്ലാവരും മറന്നുണ്ടാവും, ഏകദേശം എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് ആ ഒരു ടേസ്റ്റ് സ്മെല്ലൊക്കെ ഒരു നമ്മുടെ ആ ഒരു സെൻസ് തന്നെ അത് എടുക്കുന്ന ഒരു വൈറസ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. കാരണം അത്രയ്ക്ക് സ്മെല്ല് സ്പ്രേ ഒക്കെ നമ്മൾ ആകുമ്പോൾ ആ ഒരു സെൻസേ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇതിൻ്റെ ടേസ്റ്റ് പോകുമ്പോഴാണ് എനിക്ക് അതും പ്രഗ്നൻ്റ് ആയ സമയത്ത് ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുത്താലും മണ്ണ് വരെ തിന്നണ പോലെയല്ലേ. പക്ഷെ എനിക്ക് എന്ത് ഫുഡൊക്കെ മേടിച്ചു, പക്ഷെ എനിക്കത് ആസ്വദിച്ച് കഴിക്കാനും പറ്റില്ല. ഓരോരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിപ്പോയി. കാരണം വൊമിറ്റിംഗ് കൊണ്ട് വലയുന്ന സ്ത്രീകളെയൊക്കെ ഞാൻ ആ സമയത്ത് ഓർത്തു, സത്യം പറഞ്ഞാൽ. കാരണം എനിക്കെല്ലാം കഴിക്കാം. അപ്പോൾ ആ സമയത്ത് ആദ്യത്തെ 3 മാസം ഒരുപാട് വൊമിറ്റിംഗ് ഒക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്ത പ്രഗ്നന്റ് ലേഡീസൊക്കെ ഉണ്ട്. ഞാൻ ഫുൾ പറയട്ടെ എൻ്റെ ഒരു പ്രഗ്നന്റ് ലേഡീസ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വിക്കിയുടെ ദേഷ്യം നല്ലോണം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ട് ആവേണ്ട അവസ്ഥ. കാരണം നല്ലോണം എനിക്ക് ഫുഡ് കഴിക്കാമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് നല്ല ചിക്കൻ ബിരിയാണി കിട്ടിയാൽ പോലും ടേസ്റ്റ് ഇല്ല, സ്മെല്ലില്ല. സ്വിഗ്ഗി തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കായിരുന്നു. അവർ പുറത്ത് വെച്ചിട്ട് പോകും. അപ്പോൾ ആ സ്വിഗ്ഗിയിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഒരു ചിക്കൻ ബിരിയാണി കൊടുത്തിട്ട് ഇവിടെ കഴിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നോക്കും. കാരണം ഒരു ടേസ്റ്റ് ഞാനിങ്ങനെ അതും ഏറ്റവും എൻ്റെ ഒരു ഇത് നിങ്ങൾ ആലോചിക്കണം, ഒരു മറ്റേ നമ്മുടെ ഈ റിയാലിറ്റി ഷോ പോലെയൊക്കെ ഒരു റൂമിൽ അടച്ച് പൂട്ടിയിട്ടിരിക്കുക. അത് ഇവളുടെ കൂടെ, അതും ഞാൻ കൊറോണ കൊടുത്തിട്ട് ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റൊരുത്തക്കാരൻ കേട്ട് എൻ്റെ ഒരു 15 ദിവസത്തെ ലോക്ക്ഡൗണിൽ ശരിക്കും എൻ്റെ ഒരു പിന്നെ ഞങ്ങൾക്ക് പേടി തോന്നിയത് കാരണം കോവിഡാണ്. അപ്പോൾ പുതുതായിട്ടുള്ളൊരു പാൻഡമിക് ആണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് അറിയില്ല, ബേബി ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് കോവിഡ് കഴിഞ്ഞ ശേഷം ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അങ്ങനത്തെ ഒരു ഇതൊന്നും വരുന്നില്ല, അങ്ങനെ ബേബി അഫക്റ്റ് ചെയ്യുന്നുള്ളൊരു എവിഡൻസോ അങ്ങനെ ഇതുവരെ ഇല്ല. അതുകൊണ്ട് ആശുപത്രി പേടിക്കേണ്ട, നല്ല ഹെൽത്തി ആയിട്ട് മൈൻഡ് റിലാക്സ് ആയിട്ട് പ്രഗ്നൻസി. ആ സമയത്ത് ഡോക്ടേഴ്സും ആ സമയത്തൊക്കെ ഭയങ്കര ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ അവസ്ഥ. അതായത് ആ സമയത്ത് മാഡം പറയായിരുന്നു കുട്ടിക്ക് ഇപ്പോൾ മീൻസ് ഡെലിവറി ടൈമിൽ അമ്മയ്ക്ക് കൊറോണ ആണെങ്കിൽ അവർ ക്വാറന്റൈൻ അമ്മയും കുട്ടിനെയും മാറ്റി നിർത്തുമായിരുന്നു. മാറ്റി കിടത്തായിരുന്നു അത്ര അവിടെയൊക്കെ 15 ഡേയ്സ്. പിന്നെ അവർക്ക് തന്നെ തോന്നി ഒരു പ്രസവിച്ചത് അമ്മയ്ക്ക് കാണാതെ 15 ദിവസം മാറ്റി നിർത്തുന്നതുകൊണ്ട് അവർ അതുപോലും മാറ്റിയിട്ട് ഇതാക്കുകയാണ്. കാരണം കുട്ടിക്ക് അങ്ങനെ വലിയ എഫക്റ്റ് ആവണതോ അങ്ങനത്തെ ഒന്നും ഇതുവരെ പ്രൂവ് ആവാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊറോണ എല്ലാം മാറിയ ശേഷം പിന്നെ നമ്മൾ ട്രാൻസ്ഫർ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ കാറിൽ തന്നെ വരാം, പാലക്കാട് നിന്ന് ഇങ്ങോട്ടേക്ക് കാർ. പിന്നെ ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല, പോയി. പക്ഷെ എനിക്ക് കാറിൽ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പോൾ ഞങ്ങൾ മാംഗ്ലൂർ ടു പാലക്കാട് വരെ ഏകദേശം 200-250 കിലോമീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ അത് കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഡോക്ടറത്തെ ചോദിച്ചു കാരണം ഇത്രയും ലോങ് പോകാറുള്ളത്. അപ്പോൾ കുട്ടി അന്ന് 5-ാം മാസം ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചോദിച്ചു. കാരണം 3rd മന്തിലൊന്നും ട്രാവൽ പാടില്ല അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ട്രാവൽ ചെയ്യുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അതൊരു മിത്താണ്. കാരണം 3rd മന്ത് ട്രാവലിംഗ് പാടില്ല എന്നല്ല, അങ്ങനെ എന്താ ഓവർ ഇങ്ങനെ ഗട്ടർ കയറിയൊക്കെ അങ്ങനെ പോകാൻ പാടില്ല, പിന്നെ വീഴാൻ പാടില്ല, അങ്ങനത്തെ ഉള്ളൂ. അല്ലാതെ ഓവർ. അപ്പോൾ ഞാൻ മംഗലാപുരത്ത് പാലക്കാട് വരെയുള്ള റൂട്ടിലൊക്കെ എവിടെയൊക്കെ ഹമ്പുണ്ട് എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്ത് നല്ല റോഡാണെന്ന് എല്ലാവരും വിളിച്ചു. പിന്നെ മെല്ലെ നിർത്തിയിട്ട് പോവുക, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ കാറിൽ തന്നെ വരാൻ വേണ്ടി അവിടെ നിന്ന് പാക്ക് ചെയ്തു. മാംഗ്ലൂർ ലൈഫെല്ലാം എൻഡ് ചെയ്തിട്ട് എല്ലാം പാസ് ചെയ്ത് കാറിൽ കാസർഗോഡ് എത്തി. ട്രാവലിംഗ് ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ മെല്ലെ വന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എത്തി, പാലക്കാട് എത്തിയിട്ടും നമ്മൾ ആ സമയത്തുണ്ടല്ലോ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോക്ക്ഡൗൺ വീണ്ടും ലോക്ക്ഡൗൺ. അവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്ന സ്റ്റേറ്റ് മാറി വരുന്ന ആൾക്കാർ ഒരു 14 ഡേയ്സ് ഓർമ്മയുണ്ടോന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല. കുറെ നമ്മൾ ലോക്ക്ഡൗൺ കുറെ ഇരുന്നുണ്ടായിരുന്നു വേറെ സ്റ്റേറ്റിൽ നിന്ന്. ഇവിടെ വീണ്ടും ലോക്ക്ഡൗൺ. അതായത് ഞാൻ അവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ ഞാൻ 1 മന്ത് ഫുൾ ലീവ്. അതായത് അവിടെ 15 ഡേയ്സ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ ലോക്ക്ഡൗൺ.
അത് കഴിഞ്ഞ് ഇതും കഴിഞ്ഞിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു, വീടിൻ്റെ മേലത്തെ റൂമിൽ അടച്ചു പൂട്ടിയിട്ടിരുന്നിട്ട് ഇതാക്കി. പിന്നെ 5th month അപ്പോൾ ഇവിടെ അപ്പോൾ ആ ലൈഫ് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് എന്താ ഫുഡ് അടിക്കുക വീക്കെൻഡ് ജോബ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അടുത്ത് ഞാൻ പിന്നെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. മറ്റേ അതെല്ലാം കഴിഞ്ഞ് നീ എപ്പോഴത്തേനും നാട്ടിൽ പോയില്ലേ? ഫുഡ് അടിക്കാതെ തന്നെ. പിന്നെ 7ാം മാസം ആയപ്പോഴത്തേക്കും നമ്മൾ കൊറോണ കാരണം ആ ഒരു വളകാപ്പല്ല, ആ ഒരു അറിയിക്കൽ ചടങ്ങുണ്ടല്ലോ, അതൊന്നും നടത്തില്ല. പിന്നെ ട്രിവാൻഡ്രം പാലക്കാട് അത്രയും ദൂരം ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ബൈ കാറ് തന്നെ. എനിക്ക് കാറ് അത്ര ഭയങ്കര ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ആ പ്രഗ്നൻസി ഫീൽ എനിക്ക് അത്ര വലിയതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ കരുതി ഇവിടെ പാലക്കാട് ടു എറണാകുളം വരെ വിക്കേട്ടൻ ബൈക്കാർ കൊണ്ടുവിടും. അതിന് ശേഷം എറണാകുളത്ത് നിന്ന് അച്ഛനും അനിയനും അമ്മയും കൂടെ ഒന്ന് പിക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് കൊണ്ടുപോയി, ലുലുമോളിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങിയിട്ടൊക്കെ. എന്നിട്ട് ട്രിവാൻഡ്രത്തിൽ ലുലുമോൾ വന്നില്ല. എന്നിട്ട് അത് പറയേണ്ട ആവശ്യം, ചുമ്മാ രസം ഇരിക്കട്ടെ. എന്നിട്ട് അവരങ്ങോട്ട് പോയി. പിന്നെന്താണ് ഓക്കെ എന്നിട്ട് ഞാൻ പോയി. ഓക്കെ 7th month നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി അങ്ങനെ നല്ല സ്മൂത്തായിട്ട് പോയി. ഇനി അടുത്തത് വാമികയുടെ എൻട്രിയാണ്, അതാണ് ഡെലിവറി. ഓക്കെ, അപ്പോൾ 35 weeks ഒക്കെ എൻ്റെ സ്കാനിങ് കഴിഞ്ഞു. അവിടെ ഞാൻ കൺസൾട്ട് ചെയ്തത് PRS ഹോസ്പിറ്റലായിരുന്നു. PRS ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ്, മാമിൻ്റെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ ആയിരുന്നു കൺസൾട്ട് ചെയ്തത്. എന്നിട്ട് മാം എന്നോട് ഒരു 32 weeks ഒക്കെ ആയപ്പോൾ പറഞ്ഞു 35 weeks ഒക്കെ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ബേബിയുടെ അനക്കവും ശ്രദ്ധിക്കണം, ഒരു ദിവസം ഒരു 10 അനക്കമെങ്കിലും വേണം, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 35 weeks ഒക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മൾക്ക് പെയിൻ വരുന്നുണ്ടോ, അതുപോലെ വാട്ടർ പോകുന്നുണ്ടോ, ഡിസ്ചാർജ് പോകുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും തോന്നിയ കൺട്രാക്ഷൻ പോലെയൊക്കെ തോന്നുവാണെങ്കിൽ വേഗം വരണശ്രുതി എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടു. പക്ഷേ EDD എക്സ്പെക്റ്റിംഗ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. February 15 അപ്പോൾ എന്നെയൊക്കെ തമാശയ്ക്ക് പറയുന്നു, February 14 വാലൻറ്റൈൻസ് ഡേ അന്ന് വന്നാൽ കൊള്ളായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങളുടെ അതിലായിട്ടുള്ള എക്സ്പെക്ട് ഡ്യൂ ഡേറ്റ് February 15. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കെ February 4 അതിരാവിലെ 3 മണി ഞാൻ എൻ്റെ കൂടെ അമ്മ കിടക്കുമായിരുന്നു എപ്പോഴും. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് അല്ലേ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടുത്ത അമ്മ തന്നെ വേണം. അപ്പോൾ അമ്മയും കൂടെ എൻ്റെ കൂടെ കിടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 3 മണി അതിരാവിലെ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു മെൻസ്ട്രൽ ക്രാമ്പ് പോലെ ഒരു പെയിൻ. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ പോയി യൂറിൻ പാസ് ചെയ്യാൻ, കാരണം എന്താ പെയിൻ എന്നറിയില്ല നമുക്ക്. യൂറിൻ പാസ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ചെറിയ ബ്ലീഡിങ്. അപ്പം തന്നെ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, എനിക്ക് അമ്മ പെയിൻ, ഒരു മെൻസ്ട്രൽ ക്രാമ്പ് പോലെ ഒരു പെയിനാണ്, മെൻസ്ട്രൽ പെയിൻ പോലെ ഒരു പെയിൻ വരുന്നുണ്ട്, പിന്നെ ബ്ലീഡിങ് കണ്ടു. അപ്പോൾ അപ്പം തന്നെ ഞാൻ പ്രഗ്നൻസി ബാഗ് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ആൾക്കാർ പറയും മുൻപ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കിയത്, കുട്ടി ഉടുപ്പൊക്കെ ഒന്ന് വാങ്ങിച്ച് വയ്ക്കുക. പക്ഷേ ഞാനെല്ലാം പ്ലാൻഡ് ആയിരുന്നു, ഞാൻ എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കുക പോവുക ഇത്ര മാത്രം. കാരണം ഞങ്ങളുടെ വീടിൽ നിന്ന് PRS ഹോസ്പിറ്റൽ കുറച്ച് ദൂരമുണ്ട്, ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം ഞങ്ങൾ അത് കണ്ടതും അപ്പം തന്നെ അച്ഛനെ വിളിച്ചെണീപ്പിച്ചു. അനിയനുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ. അപ്പോൾ അച്ഛൻ കൊണ്ടുപോയപ്പോൾ അന്ന് 3 മണിക്കാണ് ഞാൻ വിക്കേട്ടിനെ വിളിച്ചറിയിച്ചു, വിക്കേട്ട് ഇങ്ങനെ ഒരു ബ്ലീഡിങ് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ ചില ഇതാണ്. കാരണം February 14 എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ബുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പെയിനായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ഞാൻ പിന്നെ ട്രെയിൻ നോക്കുള്ളൂ, ടിക്കറ്റ്സ് അവൈലബിലിറ്റി അവർ എപ്പോഴും ഒരു ചടങ്ങാണല്ലോ. അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ വൈകുന്നേരത്തെ അപ്പോൾ തന്നെ വിക്കേടെ മനസ്സിൽ ഒരു ടെൻഷൻ, ഇന്ന് ഡെലിവറി ഉണ്ടാവുമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് വിക്കേടും ചെയ്തെന്തറിയോ, ഗ്രൂപ്പിലിട്ടു ഇന്ന് അശ്വതിക്ക് പെയിൻ വന്നു, ഇന്ന് ചിലപ്പോൾ ഡെലിവറി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കിട്ടും. അങ്ങനെ കേട്ടു. ഞാനവിടെ ഹോസ്പിറ്റലിലെത്തി. എനിക്ക് ബൈ ട്രാവലിംഗ് ചെയ്യുന്നതോറും ആ ഒരു പ്രഗ്നൻസി പെയിനും ഈ പറയുന്ന പോലെ പ്രഗ്നൻസി പെയിൻ എന്ന് പറയുന്ന അത്ര സുഖമുള്ളൊരു കാര്യമല്ല കേട്ടോ. ഇതിലെ നായിക എണീറ്റിരിക്കുകയാണ്, പോസ് അടിക്കണമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കഥയിലെ നായിക ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവർ അല്പസമയത്തിനകം അശ്വതി വരും. വെൽക്കം, ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. എണീച്ചിട്ടില്ലേ? ബ്രേക്ക് വേണ്ട, വാങ്ങി ഉറക്കമാണ്. അപ്പോൾ അങ്ങനെ അവർ പെയിനാണ് വേണ്ടിയുള്ളിൽ കയറ്റി. പിന്നെ അപ്പോൾ എനിക്ക് 3:30 ഈ ഒരു ഡെലിവറി പെയിൻ വന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് പ്രസവിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. കാരണം മാഡം വന്ന് ഡയലേഷനൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഓക്കെ ഇത് ഒരു വൈകുന്നേരത്തിനുള്ളിൽ പ്രസവിക്കുമെന്ന് മാഡം പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുക. പക്ഷേ എൻ്റെ അമ്മേ, പ്രഗ്നൻസി പെയിൻ എന്ന് പറയുന്നത് പക്ഷെ പ്രഗ്നൻസി പെയിൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പെയിനൊന്നും അല്ല കേട്ടോ. എനിക്കപ്പോൾ ഒരാളെ കണ്ടാൽ മതിയെന്നായിരുന്നു. പെയിനും കൂടി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റ ആളെ കണ്ടാൽ മതിയെന്നായിരുന്നു ലൈഫിൽ.
എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അത്രമാത്രം എനിക്ക് വിക്കിയേട്ടനെ പോലും കാണണമെന്ന് എനിക്കപ്പോൾ തോന്നിയില്ല, സത്യമായിട്ടുള്ള. കാരണം എനിക്ക് ആ സമയത്ത് ഞാൻ ചിന്തിച്ചു പോയി, എൻ്റെ അമ്മയൊക്കെ ഈ ഒരു പെയിൻ താണ്ടിയാണല്ലോ ഞങ്ങളെയൊക്കെ പ്രസവിച്ചതെന്ന്. അങ്ങനെ അപ്പോൾ വെൽക്കം ബാക്ക്. പെയിൻ വന്നത് ആ ഒരു 3 മണിക്ക്. ഞാൻ അങ്ങനെ പെയിൻ എടുത്ത് അവസാനം 11 മണിയായി രാത്രി. കമന്റ് ചെയ്യൂ എത്ര മണിക്കൂർ നിങ്ങൾ പ്രസവിച്ചു എന്ന്. താഴെ കമന്റ് എത്ര മണിക്കൂർ നിങ്ങൾ പ്രസവിച്ചു, എത്ര മണിക്കൂർ എടുത്തു എന്നൊക്കെ വെറുതെ അറിയാലോ. ഒരു ജെൻഡർ നോളജ്. ടിക്കറ്റും ട്രെയിൻ കയറി, അമൃത എക്സ്പ്രസ്സിൽ കയറി. ഞാൻ പെയിൻ എടുത്തെടുക്കും. 11 മണിയായപ്പോൾ ഓക്കെ, കുട്ടിയുടെ ഹെഡൊക്കെ കണ്ടു. അപ്പോൾ ഡെലിവറി ആവാൻ ടൈമായി. അപ്പോൾ എനിക്ക് പിന്നെ ഡെലിവറി അങ്ങ് പെട്ടെന്നായി. എവിടെ പടപടേ എനിക്കത് ഒന്നും ഓർമ്മയില്ല. പിന്നെ എനിക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഭയങ്കര നല്ല സന്തോഷം. പിന്നെ കുട്ടിയെ എടുത്തപ്പോഴത്തേക്കും കുഞ്ഞ് കരഞ്ഞു. അപ്പോഴത്തേക്കും മാം എന്നോട് പറഞ്ഞു മോളാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് അത് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം എന്താണെന്ന് പറഞ്ഞിട്ട് മാം താങ്ക് യു മാം എന്ന് പറഞ്ഞു. താങ്ക് യു മാം. എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹമായിരുന്നു പെൺകുട്ടി. ഇത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞ ഡയലോഗാണ് കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു പെൺകുട്ടി എന്ന് പറഞ്ഞു. എനിക്ക് അത്ര ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. കുഞ്ഞിനെ മുഖം കണ്ടില്ല, കുഞ്ഞിനെ വൃത്തിയാക്കാൻ കൊണ്ടുപോയി. ഞാനിങ്ങനെ കിടന്ന് നോക്കുക, എൻ്റെ സ്വീച്ചറിങ് അവിടെ നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുക, ആ പെയിനൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ സ്റ്റേഷൻ ലോക്കൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പെയിനെന്ന് പറഞ്ഞു ഞാൻ അവിടെ നോക്കുക, കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണാൻ പറ്റുന്നു. അപ്പോൾ കഴുകിക്കൊണ്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് ഫുൾ ഇങ്ങനെ കണ്ണ് ചുമന്ന ഒരു സാധനം കാണിച്ചിട്ട് ജസ്റ്റ് കുഞ്ഞിനെ അച്ഛനും അമ്മയും കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോഴും വിക്കറ്റ് എത്തിയിട്ടില്ല കേട്ടോ. വിക്കറ്റിന് ആ ഒരു കുഞ്ഞിനെ ഫസ്റ്റ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ നമ്മൾ ഈ എന്താണ് ഡ്യൂ ഡേറ്റിന് മുമ്പായതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമല്ലോ. പിന്നെ ഈ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ അമൃത ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ അമ്മേനെയല്ലേ വിളിച്ചത്? അമ്മയോ അച്ഛനോ അമ്മയായിരിക്കും. ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് പെൺകുട്ടി എന്ന് പറഞ്ഞു. ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിൽ ഇത് പൊട്ടിച്ചിരിക്കുക, ഇത് കരയാൻ പോലും ആരും എല്ലാം പറ്റൊന്നും വിളിച്ച് ആരും ഉണ്ടായിരുന്നില്ല. എന്ന് ട്രെയിനിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നിയോ? അല്ലല്ല, ഞാൻ ഭയങ്കര ഭസ്മത്തിൽ. പിന്നെ ഒബ്വിയസ്ലി സന്തോഷമില്ല തോന്നുക, അല്ലാതെ കുട്ടി ജനിച്ചു പറയുമ്പോൾ പിന്നെ നമുക്ക് സങ്കടം തോന്നില്ലല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തന്നെ എക്സൈറ്റ്മെന്റ് തോന്നി. പെൺകുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, ഒന്നും കൂടി സന്തോഷമാവില്ല. പിന്നെ ഞാൻ ആരെയൊക്കെ വിളിച്ചു പറഞ്ഞു, വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു. അല്ല, വീട്ടിൽ എൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അമ്മയാണ് തോന്നുന്നു കോൾ എടുത്ത്. അങ്ങനെയാണ് അച്ഛനോട് പറഞ്ഞത്. കോൾ എടുത്തപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അമ്മയ്ക്ക് ഭയങ്കര ഇവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അത് പെൺകുട്ടി വേണമെന്ന്. അപ്പോൾ എൻ്റെ വയറൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും വേറെ ആൾക്കാർ എൻ്റെ വയറ് കണ്ടിട്ട് പറയുമായിരുന്നു, ഇത് വയറ് കണ്ട ആൺകുട്ടിയെ പോലെ തന്നെയുണ്ട്, ആൺകുട്ടി തന്നെയായിരിക്കും. കാരണം ബാക്കിൽ നോക്കുമ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടാൽ തോന്നത്തില്ല. അങ്ങനത്തെ ഒരു വയറായിരുന്നു എൻ്റെ, ഒരു വേറൊരു കുഞ്ഞു വയറ്. അപ്പോൾ അവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടുത്തെ അമ്മയ്ക്ക് പെൺകുട്ടി എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി. കാരണം എൻ്റെ വയറ് കാണുമ്പോൾ ആൺകുട്ടി എന്ന് പറയുമ്പോൾ അമ്മയ്ക്കൊരു വിഷമമായിരുന്നു. കാരണം എല്ലാം ആൺകുട്ടി. മാമിയെ ജനിച്ചു. എന്നിട്ട് മാമിയെ ഫീഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അമ്മയെ കാണിച്ച് എന്നെ കൊണ്ടുവന്ന് ഫീഡ് ചെയ്തോളാൻ പറഞ്ഞു. ചെയ്തപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ ഒരു വെള്ള പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു സാധനം, ഒരു ബേബി ഡോള് പോലെയൊക്കെ ഒന്നും തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയി, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കുഞ്ഞിനെ ഞാൻ വാർഡിലോട്ട് മാറ്റി. എന്നിട്ട് ഞാൻ കൊറോണയും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ടും വരണം. ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി നേരെ അവിടെ നിന്ന് നേരെ അവൻ്റെ ഫ്രണ്ട് അവനെ വിളിക്കാൻ വന്നു. അവൻ്റെ വീട്ടിൽ പോയി ഫ്രഷായി. എന്നിട്ട് നേരെ PRS, പിന്നെ ടൗണിൽ നിന്ന് PRS അടുത്ത്, അവരുടെ വീടാണ് ദൂരം. അപ്പോൾ PRS അടുത്തായതുകൊണ്ട് നേരെ PRSൽ പോയി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കണ്ടു മാമിനെ. അപ്പം നമുക്ക് എടുത്തില്ല, കാരണം വിക്കറ്റിന് എടുക്കാൻ ഭയങ്കര ഒരു പേടിയായിരുന്നു. നമ്മൾ ഈ കുട്ടികളായിട്ടുള്ള ഡീലിങ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് സങ്കടം തോന്നിയത് വിക്കറ്റ് ഒരു വാക്ക് എന്നോട് ചോദിച്ചില്ല, നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ല. എന്നോട് ചോദിച്ചില്ല, സുഖമല്ലേ ചോദിച്ചു. ഞാൻ ഹൗ ആർ യു ചോദിച്ചു, ഒന്നും ചോദിച്ചില്ല. സത്യം പറഞ്ഞു. ഇല്ല, അത് ചോദിച്ചിട്ടില്ല. അത് എല്ലാവരും അറിയേണ്ട കാര്യമാണ് കേട്ടോ. ഹസ്ബൻഡ് ഉറപ്പായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഹൗ ഡു യു ഫീൽ എന്തെങ്കിലും ചോദിക്കണം. കാരണം പ്രഗ്നൻസി ഈസ് നോട്ട് ആൻ ഈസി ജേർണി. അത് ആ പെയിൻ സഹിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഇത് അറിയാം. ഇല്ല, ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ പറയുന്നത് പ്രഗ്നൻസി ലേഡീസിൻ്റെ അടുത്ത് വളരെ ചോദിക്കണം. അപ്പോൾ അങ്ങനെ മാമിയെ കണ്ടപ്പോൾ എൻ്റെ മേ എണീക്കാം. അങ്ങനെ ഈ കുഞ്ഞു സാധനം വന്നത്, ആ കുഞ്ഞു സാധനം. അപ്പോൾ ഇതാണ് റിവീലിംഗ് ആഫ്റ്റർ 3 years പ്രഗ്നൻസി സ്റ്റോറി. അപ്പോൾ മാമിയെ പിന്നെ വിക്കറ്റും എടുത്തതെന്ന് പറഞ്ഞാൽ അമ്മ അച്ഛനും എങ്ങാണ്ട് എടുത്ത് കയ്യിൽ വെച്ചെന്നു അല്ലേ, എൻ്റെ അമ്മ അല്ലേ, എൻ്റെ അമ്മ എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തു. ആ ഫോട്ടോ അപ്പം തന്നെ ഞാൻ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഇതിലിടാം.
ബീജം ഇടണം കേട്ടോ, അപ്പോൾ ഫീൽ കിട്ടുള്ളൂ അല്ലേ മമ്മി? പ്രഗ്നൻസി സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ബീറ്റ്, ഒരു കോവിഡ്, അങ്ങനെ കല്ലും മുള്ളും എന്ന് പറഞ്ഞൊരു ഇതായിരുന്നു ഒരു യാത്ര. കല്ലും മുള്ളും ഒന്നല്ല, കുറച്ച് ആ സ്റ്റേജസിൽ ഇപ്പോഴത്തെ ഒരു കൊറോണ നമുക്ക് പ്രശ്നമില്ല, അന്നത്തെ കൊറോണ ആലോചിക്കണം, നമുക്ക് പേടിക്കാറുണ്ട്. ആ ഒരു സമയത്തായതുകൊണ്ട് നല്ലൊരു ഇതുണ്ടായിരുന്നു. ബട്ട് എല്ലാം നല്ല രീതിയിലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പ്രഗ്നൻസി സ്റ്റോറി. അങ്ങനെ ഞങ്ങളെ പൊന്നുമോള് വന്നു, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താ, അപ്പോൾ ഞങ്ങളുടെ പ്രഗ്നൻസി സ്റ്റോറി, പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ? കോമെൻറ്റ്. ബൈ ബൈ. ടാറ്റ കൊടുക്കും മമ്മി, ടാറ്റ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ബൈ ബൈ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.